ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. പിന്നെ വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ എൻ്റെ അല്ലല്ലോ. നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. പൊട്ടിപ്പോവാതെ എത്ര ദിവസം, ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലി ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തരിപ്പെടുവായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒത്തും നോക്കിയല്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനുണ്ടാക്കുന്നത് ചില്ലറ കുഴപ്പമല്ല. പെയ്ഡ് PR വർക്കിന്റെ മികവിൽ കെട്ടി ഉയർത്തുന്ന പ്രഭാവലയത്തിൽ പെട്ടുപോകുന്നത് കോൺഗ്രസിലെ വിശ്വാസ്യതയുള്ള നേതാക്കളാണ്. ഒരിക്കലേ നടപടിയെടുക്കാനാവൂ എന്നൊക്കെ പറയേണ്ട ഗതികേടിലേക്ക് രാഹുലിന്റെ കോൺഗ്രസിനോടുള്ള ധിക്കാരം മാറിയിരിക്കുന്നു. അല്ല, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്ന എന്താണ്? അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. പാർട്ടി വേദികളിൽ രാഹുലിനെ കയറ്റില്ല എന്ന് നേതാക്കൾ പറയുമ്പോഴും പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഇടത്ത് പോലും MLA എത്തി. പിന്നെ എന്ത് നടപടിയാണ് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കിയെന്ന പേരിലും സ്ത്രീപക്ഷ നിലപാട് എന്ന് വീമ്പടിച്ചും KPCC എടുത്തത്? ഇതെല്ലാം നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കുന്നത്. ബോധ്യങ്ങളിൽ നിന്ന്, നമ്മുടെ കൺവിക്ഷനാണ്. അത് എന്റെ മാത്രമല്ല, നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണത്. കൺവിക്ഷനാണ്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറും. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു, അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. നിലപാട് അത് കുറെ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യപ്പെടും. നിലപാടുകളിൽ മാറ്റം വരാൻ പാടില്ല. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കുന്നു. രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ. നേതാക്കൾ ഇപ്പോഴും പറയുന്നത് രാഹുലിനെതിരായ നടപടി തിരുത്തിയിട്ടില്ല എന്നാണ്. പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ ക്ഷണിക്കാറില്ല. MLA സ്ഥാനം ജനങ്ങൾ നൽകിയതാണ്. ഇപ്പോൾ രാജിവെപ്പിച്ചാൽ കുറ്റവിമുക്തനായാൽ തിരികെ കൊടുക്കാൻ പാർട്ടിക്കാവില്ല. ഇതിനിടെയാണ് മൊബൈൽ ഫോണിൽ നടത്തിയ പഴയ സംഭാഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. സ്ക്രീൻഷോട്ടും. നിയമപരമായി സമയം വരുമ്പോൾ നേരിട്ടോളാം എന്ന് പറഞ്ഞ് ഹൂ കെയേഴ്സ് മൂഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും. നിങ്ങളൊരു വോയിസ് കൊടുത്തു. ആ വോയിസ് കൊടുത്ത് പിന്നെ എൻ്റെ പാർട്ടല്ലേ? എൻ്റെ പാർട്ടിയിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ. ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, നിലയെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു ലീഗൽ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതെടുക്കേണ്ട നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ്. അതിനെ തടസ്സപ്പെടുത്താനും ഞങ്ങളാരും ഇല്ല. അത് നിയമവഴിയിൽ അതിന്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട്. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പോൾ തൽക്കാലം ഒപ്പിടില്ല.
ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാക്കളും പിന്തുണയുമായി ഉണ്ട്. ഇപ്പോൾ കെ സുധാകരനും പിന്തുണച്ചു. പാർട്ടിയിൽ പ്രബലമാകുന്ന KC വിഭാഗവും രാഹുലിനൊപ്പം. ഇടയ്ക്ക് പൊട്ടലും ചീറ്റലും വരുന്നത് കെ മുരളീധരനിൽ നിന്നും മാത്രം. രാഹുലിനെതിരെ കാര്യങ്ങൾ തുറന്നു പറയുന്നതും മുരളീധരനാണ്. ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് ഇപ്പോൾ. ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. ഇത് ഒരു ആശയക്കുഴപ്പമില്ല. KPCC അന്ന് വരെ സ്റ്റാൻഡാണ്. അല്ല, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ. ആരും പറയാണ്ട് തന്നെ മാറേണ്ടി വരുമല്ലോ. പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ആ നിലപാട് അന്നും ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. പുറത്താക്കി അന്ന് മുതൽ രാഹുലിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. പക്ഷേ ഇനി കൂടുതൽ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് പാർട്ടിക്ക് എടുക്കും. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയത്. ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ആരോപണം വന്നാൽ ചിലവർ ആരോപണത്തിനെ ഒഴിവാക്കുന്നവരെ തുടരും, ചിലവർ രാജിവെക്കും. അതാ വ്യക്തിയുടെ മനസാക്ഷി പോലെ തന്നെ ആയിരിക്കും. ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് ഈ രാഷ്ട്രീയ വിവാദത്തിൽ കിടക്കാൻ ഒരു ആഗ്രഹവുമില്ല. എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പാർട്ടിയുടെ അകത്ത് ഞാൻ ഒരു സ്റ്റാൻഡൊന്നും എടുക്കുന്നില്ല. പാർട്ടി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതോടെ ഞാനും ആ സബ്ജക്റ്റ് വിടുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന B. സജൻ ശക്തമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചത്. പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ പാർട്ടിക്ക് ഗുണമല്ല, ദോഷമേ വരുത്തൂ എന്ന് പറഞ്ഞാണ്. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ വെച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്ന് സജ്ന AICCയോടും പ്രിയങ്ക ഗാന്ധിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫലമോ? സജ്നയ്ക്കെതിരെ രാഹുൽ PR ടീമിന്റെ സൈബർ അറ്റാക്ക്. മുതിർന്ന നേതാക്കൾ മിണ്ടാതിരിക്കുന്നതും ഇതുകൊണ്ടാവാം. മാങ്കൂട്ടത്തിനെതിരെ വാ തുറന്നാൽ ഫാൻസുകാർ ഇറങ്ങും. ആരാണേലും ചീത്തവിളി കേൾക്കേണ്ടി വരും. കോൺഗ്രസിന്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത്. കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകനെ പോലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ വിവരം അവസാനത്തെ ഒരു TV ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം പിന്നീട് ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസും കൂട്ടി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോയത്. ഇത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് സർവനാശത്തിലേക്കാണ്. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളെയൊക്കെ അംഗീകരിക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചില്ലേ? സോണിയാഗാന്ധി നയിക്കുന്നൊരു പാർട്ടിയല്ലേ? എങ്ങനെയാണ് ഇതിന് ന്യായീകരിക്കാൻ, ഇത്തരമൊരു ഹീനകൃത്യത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ കുറേ നേതാക്കൾക്കെങ്കിലും കഴിയുന്നത്? എന്തായാലും കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണല്ലോ ഒളിവ് സങ്കേതങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇത്രയും നീച പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ നേതാവായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇതാണ്. അതിൻ്റെ യഥാർത്ഥ മുഖമാണ് രാഹുലിലൂടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എലക്ഷൻ വരുന്നു. 10 ദിവസം മുമ്പ്, എലക്ഷൻ്റെ മുമ്പ് ഈ ഇഷ്യൂ ശരിയാണ്, ഇതിനെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എന്തുകൊണ്ട് 3.5 മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും വെച്ച് അസംബ്ലിയിൽ കയറ്റിയ CPM സർക്കാർ ഇപ്പോൾ അയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നു? ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത്. ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ, വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആര് സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന പ്രശ്നമില്ല.
തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ നിരവധി വിഷയങ്ങൾ കയ്യിലിരിക്കെ എന്തിനാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഴുപ്പിനെ ചുമക്കുന്നത്? വി.ഡി. സതീശനെടുത്ത ശക്തമായ നിലപാടെടുക്കാൻ എന്തുകൊണ്ട് പാർട്ടിക്ക് കഴിയുന്നില്ല? ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ രാഹുലിനെ സസ്പെൻഡ് ചെയ്തത്. ആ ബോധ്യം മാറാതെ പാർട്ടി വേദികളിൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കയ്യും കെട്ടി നോക്കിയിരുന്നാൽ പാർട്ടിക്ക് തന്നെയാണ് കേട്.